യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം നടുവിൽ നടത്തിയ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രവർത്തകർ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. സംഭവത്തിൽ 10ഓളം ബി.ജെ.പി. പ്രവർത്തകരെ കുടിയാൻമല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകിട്ട് 6:30 നടുവിൽ ടൗണിൽ ഗാന്ധിയെ കൊന്നത് ആർ.എസ്.എസ്. ഹേ റാം എന്ന പേരിൽ നടത്തിയ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ സദസ്സാണ് ആർ.എസ്.എസ്. പ്രവർത്തകർ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇത് സംഘർഷത്തിന് കാരണമായി. അടിമത്തത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയ പാരമ്പര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നേരെ മറിച്ച് കോൺഗ്രസിന് പാരമ്പര്യമെല്ലാമുള്ളത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഇന്ത്യ രാജ്യം നൂറുകണക്കിന് മതങ്ങളും നൂറുകണക്കിന് രാജ്യങ്ങളും നൂറുകണക്കിന് വേഷങ്ങളുമുള്ള നൂറുകണക്കിന് ആരാധനകളിൽ പോകുന്ന ആളുകളുള്ള ഈ രാജ്യത്തിനകത്ത് അതേതരത്വം സംരക്ഷിച്ചുകൊണ്ട് നിലകളിൽ മുന്നോട്ട് പോയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ഗാന്ധിയെ എതിർത്തുകൊണ്ടും കോൺഗ്രസിനെ എതിർത്തുകൊണ്ടും ഇവിടെ വീമ്പളക്ക് നടക്കുന്ന ആർ.എസ്.എസ്കാരോട് ഞങ്ങൾ ചോദിക്കട്ടെ, 6 പതിറ്റാണ്ട് കാലം ഇന്ത്യ രാജ്യം ഞങ്ങൾ ഭരിച്ചപ്പോൾ ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ആർ.എസ്.എസിന്റെ പ്രവർത്തനം വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. തളിപ്പറമ്പ് ഡിവൈഎസ്പി അടക്കം വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കുടിയാൻമല പോലീസിൽ പരാതി നൽകി. അതേസമയം യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് സംഘപരിവാർ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്ന് ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് പി.ബി. റോയ് ആരോപിച്ചു. ഗാന്ധിവധത്തെ ആർ.എസ്.എസുമായി ബന്ധപ്പെടുത്തുന്ന പരിപാടിക്കെതിരെ സംഘപരിവാർ നേതാക്കൾ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നെന്നും അത്തരം ബാനർ ഉപയോഗിക്കില്ലെന്ന് പോലീസ് ഉറപ്പു നൽകിയിരുന്നെന്നും ബി.ജെ.പി. നേതാക്കൾ പറയുന്നു. എന്നാൽ സംഘർഷം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ഇതിനെതിരെ സംഘപരിവാർ പ്രവർത്തകർ പ്രതിഷേധം അറിയിക്കുകയായിരുന്നെന്നും ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. രക്തസാക്ഷിത്വ ദിനാചരണം ഡോക്ടർ കെ.വി. ഫിലോമിന ഉദ്ഘാടനം ചെയ്തു. പ്രിൻസ് പുഷ്പകുന്നേൽ അധ്യക്ഷത വഹിച്ചു. ആർ.എസ്.എസ്. പ്രവർത്തകർ നടത്തിയ ആക്രമണ ശ്രമം അപലനീയമാണെന്ന് സജീവ് ജോസഫ് എം.എൽ.എ. പറഞ്ഞു. പരിപാടി അലങ്കോലമാക്കാൻ മുദ്രാവാക്യം മുഴക്കിയെത്തിയ ആർ.എസ്.എസ്. ബി.ജെ.പി. പ്രവർത്തകരുടെ ശ്രമത്തെ ജനാധിപത്യ സമൂഹം എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.